ഹലോ ഫ്രണ്ട്സ്, എല്ലാ പേർക്കും മഴ തൊഴിൽ മുമ്പ് എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ബാലചന്ദ്രൻ ഗോവർദ്ധനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്, ഹോസ്പിറ്റലിൽ എന്താ എന്നൊക്കെ. അപ്പോൾ കാര്യങ്ങളൊക്കെ അതിൻ്റേതായ രീതിയിൽ നടന്നു പോകുന്നുണ്ടെന്നും അപ്പോൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും ട്രിപ്പ് ഇഞ്ചക്ഷൻ എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ശിവേട്ടനും രാജുവേട്ടനും ഇവിടെ തന്നെ ഉണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, അവരോടൊരു കാര്യങ്ങൾ നീ സംസാരിക്കരുത്, അതിൻ്റെ ആവശ്യം നമുക്കില്ലെന്ന് മൈൻഡ് ചെയ്യാതെ നിന്നാൽ മതി എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അലീന ചായയും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ അച്ഛൻ ഇന്നലെ ഒന്നും കഴിച്ചില്ലല്ലോ, ഇതെങ്കിലും കഴിക്കുകയെന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചായയെല്ലാം വാങ്ങി കഴിക്കുകയാണ്. എന്നിട്ട് വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ്. നീ കഴിച്ചോന്ന് ചോദിക്കുക. എനിക്ക് വിശപ്പോ ദാഹം ഒന്നുമില്ല അച്ഛാന്ന് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ ആദ്യം ചെന്ന് കഴിക്കുക, എന്നിട്ട് സംസാരിച്ചാൽ മതിയെന്ന് പറയുകയാണ്. അങ്ങനെ അലീന താഴോട്ട് വരികയാണ്. ആ സമയം മനു അവിടേക്ക് വരികയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അലീനയോട്. അപ്പോൾ എല്ലാം സംഭവിച്ചെന്നൊക്കെ മനു പറയുകയാണ്. അപ്പോൾ മനുവേട്ട വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഒന്നും കഴിച്ചിട്ടില്ല. അതങ്ങനെയാണ്, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ആപത്ത് വരികയോ മരണപ്പെടുകയൊക്കെ ചെയ്താൽ നമുക്ക് വിശപ്പ് ദാഹവും ഉണ്ടാകില്ല, അത് പ്രകൃതി നിയമമാണെന്നൊക്കെ പറയുകയാണ്. നമുക്ക് ആ സമയം പിടിച്ചു നിൽക്കാനുള്ള ശക്തി തരുമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അലീന ഒരു ഗ്ലാസ് ചായയും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ മനു അതെല്ലാം കഴിക്കുകയാണ്. എന്നിട്ട് പല പല വിഷമങ്ങളും അലീന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാരണമാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, അച്ഛൻ എന്തുമാത്രം വേദന സഹിക്കുകയാണ്, ഞാനാണ് അച്ഛൻ്റെ നെടും തൂണെന്നാണ് പറയുന്നത്, ഞാനും കൂടി ഇല്ലായിരുന്നെങ്കിൽ ആ മനുഷ്യൻ ഇന്ന് ഈ ഭൂമിയിൽ തന്നെ കാണുമെന്ന് എനിക്കറിയില്ല, അത്രമാത്രം വിഷമം സഹിച്ചാണ് നിൽക്കുന്നതൊക്കെ പറയുകയാണ്. അപ്പോൾ മനുവിനും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. ഒരിക്കലും ഒരു അച്ഛൻ അനുഭവിക്കാത്ത കാര്യങ്ങളാണ് എൻ്റെ അച്ഛൻ അനുഭവിച്ചതെന്നൊക്കെ പറയുകയാണ്. ജന്മം കൊണ്ട് എൻ്റെ അച്ഛനല്ലെങ്കിലും കർമ്മം കൊണ്ട് അദ്ദേഹം എൻ്റെ അച്ഛനായിട്ട് എന്നെ മാറുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. പക്ഷേ അതൊന്നും മനസ്സിലാക്കാൻ ഇവിടുത്തെ മാഡത്തിന് സാധിച്ചില്ല. മാഡത്തിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സത്യങ്ങളൊന്നും മാഡത്തിന് അറിയില്ലല്ലോ, ഞാൻ അച്ഛന് എന്നും ആ ഒരു ബഹുമാന സ്നേഹം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് അലീന കരയുകയാണ്. അങ്ങനെ മനു അടുത്ത് വന്ന് അലീനയെ ആശ്വസിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഹരിശങ്കർ ഒരു പെണ്ണുമായിട്ട് കറങ്ങുകയാണ്. അപ്പോൾ റോഡിലൂടെ എല്ലാം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പ്രണയത്തിലാണ്. എന്നിട്ട് അവർ നേരെ ഒരു ഗസ്റ്റ് ഹൗസിലോട്ട് വരികയാണ്. അപ്പോൾ ഹരിശങ്കറിൻ്റെ തന്ത്രമായിരുന്നു ആ കുട്ടി എങ്ങനെയെങ്കിലും ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് അവളുമായിട്ട് ഒരു ദിവസം കഴിയുക എന്നുള്ളത്. അങ്ങനെ അവിടെ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കുകയായിരുന്നു. അങ്ങനെ 3000 രൂപ റൂമിനുള്ള അഡ്വാൻസൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടി അതിനെ എതിർക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഹരിയേട്ടാ, നമുക്ക് തിരിച്ച് പോവാം, ഇവിടേക്ക് കുറച്ച് നിന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് പോകാമെന്ന് പറയുകയാണ്. എന്നിട്ട് അവർ അവിടെ എല്ലാം നിന്ന് കുറച്ച് പ്രണയ സല്ലാപങ്ങളൊക്കെ നടത്തുകയാണ്. എന്നിട്ട് റൂമിലോട്ട് വിളിക്കുമ്പോൾ ആ കുട്ടി സമ്മതിക്കുന്നില്ല. അപ്പോൾ ഹരിശങ്കറിന് ദേഷ്യം വരികയാണ്. എന്നിട്ട് ഹരിശങ്കർ അയാളോട് 3000 രൂപ കൊടുത്ത് തിരിച്ചു വാങ്ങുകയാണ്. അതിപ്പോൾ പേ ചെയ്ത് തന്നെ തിരിച്ചു തരാൻ പറ്റില്ല എന്ന് ഹോട്ടൽ ഉടമക്കാർ പറയുകയാണ്. എന്നിട്ട് ഹരിശങ്കറിന് വളരെയധികം ദേഷ്യം വരികയാണ്. അങ്ങനെ ഹരിശങ്കർ ബൈക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. ആ കുട്ടി അവിടെ തനിച്ചാവുകയാണ്. എന്നിട്ട് അവൾ തനിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് ബാലചന്ദ്രനെ ഗംഗാധരൻ വിളിക്കുകയാണ്. അപ്പോൾ ഗംഗാധരൻ യൂറോപ്യൻ പര്യടനത്തിലായിരുന്നു, അതുകൊണ്ട് കാര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്കാണ്, ഡൽഹിയിൽ വെച്ചാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞതെന്ന് പറയുകയാണ്. അപ്പോൾ വൈജയന്തി ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പോൾ കുഴപ്പമില്ല, ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു, ഇപ്പോൾ ICUയിലോട്ട് മാറ്റിയെന്നുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ വൈജയന്തിക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അപ്പോൾ ഇത്രയൊരു പൊട്ടിത്തെറി ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ വളരെ വിഷമത്തോടുകൂടി ഗംഗേട്ടൻ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ബാലചന്ദ്രൻ ഇരിക്കുകയാണ്. ഞാൻ പിന്നെ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു, ശിവനും രാജുവും കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറയുകയാണ്. അപ്പോൾ നീ എന്തിനാണ് സ്വയം കുറ്റം ഏറ്റെടുത്തത്, അലീന വൈജയന്തിയുടെ മകളല്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ അന്ന് അവിടെ നാട്ടിൽ വന്നപ്പോൾ എല്ലാ സത്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് പറയുകയാണ്. ഓഹോ, അപ്പോൾ എല്ലാം അറിഞ്ഞിട്ടാണ് ഗംഗേട്ട തിരിച്ചു പോയതല്ലേ, അപ്പോൾ എല്ലാ ഉച്ഛിഷ്ടങ്ങളും ഞാൻ ആയിരിക്കും അല്ലേ ഗംഗേട്ട ഉദ്ദേശിക്കുന്നത്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നും ഒക്കെ പറയുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും നാട്ടിൽ 2 ദിവസത്തിന് വരും, എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ് ഗോവർദ്ധൻ വീട്ടിൽ വരികയാണ്. അപ്പോൾ ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ശിവേട്ടനാണ് എൻ്റെ കയ്യിൽ ബില്ല് തന്നതെന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ എന്ത് ചെറ്റത്തരാണ് കാണിച്ചത്, ഇപ്പോൾ ഒരേ ഒരു സഹോദരിയാണുള്ളത്, ഇല്ലെങ്കിൽ ഞാൻ നാളെ വരുമ്പോൾ ഇങ്ങനെ ബില്ല് കിട്ടിയിട്ടുണ്ട്, ഞാൻ അടയ്ക്കണോ അത് നിങ്ങൾ അടയ്ക്കണമെന്ന് ചോദിച്ചാൽ മതില്ല, ഞാൻ തന്നെയല്ലേ അടയ്ക്കേണ്ടത്. പക്ഷേ അയാൾ ചെയ്ത വെറും ചെറ്റത്തരായെന്നൊക്കെ ബാലേന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ഏകദേശം 2,50,000 രൂപ ബില്ല് വരികയാണ്, ഇനിയും വരാൻ കിടക്കുകയാണ്. അങ്ങനെ ഗോവർദ്ധൻ ചെക്ക് ലീഫിൽ ഒപ്പിട്ട് വാങ്ങുകയാണ് ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് ഗോവർദ്ധൻ തന്നെയാണ് എല്ലാ
ബില്ലും പേ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാജീവ് ഹോസ്പിറ്റലിൽ ചെന്ന് വൈജയന്തിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് ഡോക്ടറോട്. അപ്പോൾ ഡോക്ടർ പറയുക 2 കാലും ഒടിഞ്ഞിട്ടുണ്ട്, ഒരു കൈക്കും കുഴപ്പമുണ്ട്, പിന്നെ താടിയലിനും തകരാറുണ്ടെന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ സംസാരിക്കാനൊന്നും പറ്റത്തില്ല, ഏകദേശം ഒരു 2 മാസത്തെ റെസ്റ്റെങ്കിലും വേണ്ടി വരുമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശിവൻ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഗോവർദ്ധൻ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഗോവർദ്ധനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അയാളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാളും തിരിച്ച് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു റൂമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് പറയണം. നിങ്ങൾ എന്ത് ആവശ്യമാണുള്ളത്? എനിക്കൊരു ആവശ്യമില്ല, അപ്പോൾ ആവശ്യങ്ങളെല്ലാം ബാലേട്ടൻ നിറവേറിക്കൊള്ളൂ എന്നൊക്കെ പറയുകയാണ് ഗോവർദ്ധൻ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ബാലചന്ദ്രൻ വരികയാണ്. അപ്പോൾ ഗോവർദ്ധനോട് തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് പറയുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ കൂട്ടിയിരിക്കാനായിട്ട് ബാലചന്ദ്രൻ്റെ സഹോദരി, അതായത് ഗോവർദ്ധൻ്റെ ഭാര്യയൊക്കെയാണ് ഉണ്ടായിരുന്നത്, ഒപ്പം മനുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം പോയി കഴിഞ്ഞു. അപ്പോൾ ഗോവർദ്ധനും പോയിരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ മാത്രമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നേഴ്സൊന്ന് പറയുകയാണ് 5 മിനിറ്റ് വിസിറ്റേഴ്സ് അലോഡ് ഉണ്ട്, ആർക്കും കാണണമെങ്കിൽ ഐസിൽ ചെന്ന് കാണാമെന്ന് പറയുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ പോവുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ആ കാഴ്ച കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം 10-35 കൊല്ലം പ്രണയിച്ച് നടന്ന വ്യക്തിയാണ്. പക്ഷേ വൈജയന്തിയാണ് ബാലചന്ദ്രനെ ശരിക്കും ചതിച്ചത്. അതും വൈജയന്തി അറിയാതെ പോയിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ എങ്കിലും ബാലചന്ദ്രൻ ആ ഒരു സ്നേഹം ഇപ്പോഴും മനസ്സിലുണ്ട്. പക്ഷേ ബാലചന്ദ്രനോട് ചെയ്ത തെറ്റ്, വളരെ വലിയ തെറ്റാണ് വൈജയന്തി ചെയ്തിരിക്കുന്നത്. പക്ഷേ എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ തന്നെ നോക്കിയാണ്. ഈ സമയത്ത് ദേഷ്യം വാശിയും കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഐസിൽ വൈജയന്തിയുടെ കിടപ്പ് കാണുമ്പോൾ ബാലചന്ദ്രന് വളരെയധികം വിഷമാവുകയാണ്. കാരണം തൻ്റെ 3 കുട്ടികളുടെ അമ്മയും തൻ്റെ ഭാര്യയൊക്കെ ആയിരുന്നല്ലോ. പക്ഷേ കല്യാണത്തിന് മുമ്പ് ഇങ്ങനൊരു ചതി വൈജയന്തി ചെയ്ത് എന്നുള്ളത് ബാലചന്ദ്രന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ബാലചന്ദ്രൻ ചിലപ്പോൾ അവളോടുള്ള സ്നേഹവും ആ ഒരു കരുതലൊക്കെ കൊണ്ട് അന്ന് ക്ഷമിക്കുമായിരുന്നു. പക്ഷേ ഇത്രയും നാളെ മനസ്സിലിട്ട് വൈജയന്തി കുടുംബം ബാലചന്ദ്രൻ ചതിച്ചു എന്നുള്ളൊരു തോന്നലാണ് അദ്ദേഹത്തെ ഇതുവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബാലചന്ദ്രൻ വൈജയന്തിയെ കണ്ട ശേഷം ഇറങ്ങുകയാണ്. അപ്പോൾ ആ സമയം ഗോവർദ്ധൻ വീണ്ടും വരികയാണ്. അപ്പോൾ വൈജയിച്ച് കണ്ടോ, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. ഒരു കൈ ഒടിഞ്ഞിട്ടുണ്ട്, 2 കാലുകളും ഒടിഞ്ഞു, താടിയിലും എല്ലാം പൊട്ടിയിരിക്കുകയാണ്. വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ്. എങ്ങനെ നടന്ന ചേച്ചിയാണ്, ഈ ഒരു അവസ്ഥ വരുമെന്ന് വിചാരിച്ചില്ല. എല്ലാം അവളുടെ കയ്യിലിരിപ്പോൾ അഹങ്കാരത്തിന് ദൈവം കൊടുത്തതാണെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. ആരും തലമറന്ന് എണ്ണ തേക്കരുത്, എല്ലാത്തിനും ഒരു നന്മയും തിന്മയും ഉണ്ട്. അപ്പോൾ നമ്മൾ നന്മയുടെ വശം തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണമെന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്